ഹലോ ഗൈസ്, ഞാൻ റഫീഖ് നാട്ടുകല്ലേ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പട്ടാമ്പി പാറപ്പുറം ഓങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു അടിപൊളി അപ്സ്റ്റെയർ വീടാണ് നമ്മൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ ഇത് എത്ര മണിക്കൂറാണ് സ്പ്രേ ചെയ്യുക അറിയോ? നമ്മൾ കറക്റ്റ് ഒരു 4 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുക, അടിപൊളിയായിട്ട് ഉള്ളും പുറമൊക്കെ. അപ്പം നമ്മൾ ജനലൊക്കെ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ചുമരിലെ പിക്ചറൊക്കെ വൃത്തിയായ ശേഷമാണ് നമ്മൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് സിമെന്റ് സ്പ്രേക്കായി താഴെ നമ്പർ കൊണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പട്ടാമ്പി ഓങ്ങല്ലൂർ എന്ന സ്ഥലത്താണ്. ഈ 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഞങ്ങൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തത്. ഇത് പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് ഞങ്ങൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തത്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ ബിർള വൈറ്റാണ്. അതിൽ വാട്ടർ ഓഫ് കെമിക്കൽ ചേർത്തിട്ടാണ് 3 കോട്ട് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തത്. പക്ക തിക്നെസ്സോട് പക്ക ഫിനിഷിങ്ങോട് കൂടി ഉള്ളും പുറവും. അപ്പോൾ ചുമരിലെ പിസറൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തത്. അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറോട് കോൺടാക്ട് ചെയ്യാൻ മറക്കില്ല. പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടി കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്ററിങ് കഴിയുന്നതാണെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ വീടിൻ്റെ ഫോട്ടോസ്, പ്ലാന്, ലൊക്കേഷന് അയച്ചാൽ മതി. കേരളത്തിൽ എത്ര വലിയ വീടാണ് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോകരുതല്ലേ. അപ്പോൾ കേരളത്തിൽ എവിടെയും വന്ന് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഴെ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലട്ടാ.